എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നതേ അടുക്കളയിലാണ്. അടുക്കളയിലത്തെ വിശേഷങ്ങളാണല്ലോ മിക്കതും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെയാണ് കാണിക്കാനുള്ളൂ. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പുതിയ വല്ല പലഹാരങ്ങൾ ഉണ്ടാക്കണതോ വല്ല കറി വയ്ക്കുന്നതോ ഒക്കെ വെറൈറ്റി എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ലേ. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ ചെയ്യുന്ന പോലെ പുതിയ പുതിയ അതുകളൊന്നും കാണിക്കാൻ എനിക്കറിയാറില്ല. ഞാൻ അവരിൽ നിന്ന് നോക്കി പഠിച്ചിട്ടാണ് പിന്നെ ഓരോന്ന് ഉണ്ടാക്കി വരുന്നത്. പുതിയ പുതിയ സാധനങ്ങളുടെ പേരുകൾ പറയാം, അതൊന്നും എനിക്ക് അങ്ങനെ കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെപ്പോൾ അധികം ആൾക്കാരൊന്നും കാണണില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. അവർക്ക് പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റികൾ കാണാൻ, ഇത് അമ്മയുടെ ഈ പഴയ തന്നെയല്ല എപ്പോഴും കാണുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അവിടെ വിട്ട് കളയും. എന്നാലും ഞാൻ കുറച്ച് പുതിയതോളൊക്കെ കൊണ്ടുവരും കേട്ടോ, എൻ്റേതായ ലെവലനുസരിച്ചുള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടോളാം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഇഞ്ചമ്പുളി നാരങ്ങയൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതൊന്ന് വെക്കണം. പിന്നെ മഴയൊക്കെ അല്ലേ, കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് രണ്ടാം തരമായിട്ട് ഇങ്ങനെ കൂട്ടാൻ, രണ്ടാമത്തെ കറിയായിട്ട് കൂട്ടാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ രതീഷ് മോനൊക്കെ ഇഞ്ചാമ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴിക്കും. ചിലവർക്ക് ഇഞ്ചാമ്പുളി ഇഷ്ടമാണ്, ചിലവർക്ക് അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ രണ്ടും അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ. ഒരാഴ്ചക്ക് എന്തായാലും ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒക്കെ ഒന്ന് ചെയ്യണം. പിന്നെ മീനാണ് ഇന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ബൈജുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീൻ നമ്മുടെ മണ്ണമ്പട്ടിയുള്ള ആൾ തന്നെയാണ് ഇവിടെ മാതൃഭൂമിയിൽ അവിടെ വിൽക്കുന്നുണ്ട് മീനെ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കൊണ്ടുവരും. അപ്പോൾ ചൂരയാ പറ്റിയോ ഏതോ ഒരു മീനിൻ്റെ പേര് പറഞ്ഞു, അത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെട്ടി മുറിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾക്ക് കഴുകി ക്ലീൻ ചെയ്യാൻ വേണ്ടു. അങ്ങനെ ആക്കും. ഞാൻ പണ്ടൊന്നും ഞാൻ തന്നെ നുറുക്കിയാലാണ് എനിക്ക് തൃപ്തിയാവുമായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ഇല്ല. ഇപ്പം ഞാൻ ഇത്തിരി മാറ്റി തുടങ്ങി. എനിക്ക് സമയക്കുറവും പിന്നെ എൻ്റെ മുറിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് ആയി തുടങ്ങി. അപ്പം ഞാൻ മുറിച്ചു കൊണ്ടുവരാൻ പറയും. അപ്പോൾ മുറിച്ചു കൊണ്ടുവരും. അപ്പോൾ അത് കറി വയ്ക്കണം. പിന്നെ നമ്മൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇവിടെ എത്ര മണിക്ക് വരും, എത്ര മണിക്കാണ് പോവാന്നൊക്കെ. ബസ്സിലൊക്കെ കാണും, കുറേ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ 7 മണിയോ 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. 7:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. പിന്നെ ഇഷ്ടംപോലെ ബസ്സുണ്ട് നമുക്ക്. വരന്തരപ്പള്ളി, പാലപ്പള്ളി, മുപ്ലിയം, ചിമ്മിണി ഡാം, തൃശ്ശൂർ, അങ്ങനെ തൃശ്ശൂർക്ക് ബസ്സുകളൊക്കെ നമ്മുടെ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ബസ്സിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും അധികം ബസ്സുകൾ ഞങ്ങളുടെ വഴിയിലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടാവും. പിന്നെ തിരക്കും അതുപോലെ തന്നെ തിരക്കുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ. ചില സമയങ്ങളിലൊന്നും തിരക്കുണ്ടാവില്ല. പക്ഷെ നമ്മൾ പോകുന്നതും വരുന്നതും സമയത്ത് തിരക്കാണ് ഇത്തിരി. പിന്നെ 5 മണിയാകുമ്പോൾ ഞാൻ തിരിച്ചു പോവും. 5-5:30 ആവും ചിലപ്പോൾ തിരിച്ചു പോവും. അപ്പോൾ അവിടെ നിന്ന് കപ്പേളൊക്കെ ഇറങ്ങും, അങ്ങോട്ട് നടക്കും. അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്ന് വെച്ചാൽ അച്ഛനിപ്പോൾ ഇത്തിരി ഈ സീസണിൽ ഇത്തിരി പണി കുറവാണ്. മഴ ഭയങ്കര വെള്ളക്കെട്ടും കരിങ്കല്ലൊന്നും കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അച്ഛൻ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ വിളിച്ചാൽ ചിലപ്പോൾ വല്ല സാധനങ്ങൾ വെയിറ്റുള്ളത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നടക്കാനാണ് ഇഷ്ടം. നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു സുഖം ഉണ്ട് ശരീരത്തിന്. അപ്പോൾ ഈ ഇത്രയ്ക്ക് പ്രായത്തിലായാലും ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ കഴിയും. പിന്നെ ഇപ്പോൾ ഇവിടെയും പറഞ്ഞ പോലെ തന്നെ തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ തിരക്കുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഞാനും ജോലി ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പറ്റാവുന്ന ജോലി ചെയ്യുള്ളൂ. അത്യാവശ്യം ഷൂട്ട് ചെയ്യും. അങ്ങനെ ഇപ്പം ഇത്തിരി കുറച്ചു. നിങ്ങൾക്കറിയാലോ, ഞാൻ ആദ്യം 10, 25, 30 ആടിനെയൊക്കെ നോക്കും. എല്ലാ പണികളും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ആടിൻ്റെ ആ ഒരു പണി ഇല്ലാണ്ടായപ്പോൾ വലിയൊരു പണി നമുക്ക് അങ്ങോട്ട് കുറവായി. പക്ഷെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ആടിനെയൊക്കെ. എനിക്ക് നല്ല ഇഷ്ടം. ആട്, കോഴി, അതിനൊക്കെ എനിക്കിഷ്ടമാണ്. കാടേനെ വളർത്തണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കണം, ഇവിടെ ചെന്ന് നിൽക്കണം എന്നൊക്കെ, മോളുടെ അടുത്ത് നിൽക്കണം എന്നൊക്കെ തോന്നി. അതൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പട്ടി, പൂച്ച ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് കാരണം ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എനിക്ക് അതിനൊക്കെ നോക്കാൻ ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ എന്ന് പറയുന്ന കാര്യമേ നമുക്കറിയില്ല. അവരുടെ കൂടെ അങ്ങോട്ട് കളിച്ച് ചിരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ അതുപോലെ പശുവിനെ, എനിക്ക് ആ മറ്റേ വെച്ചൂരി ഇല്ലേ, കുഞ്ഞേ പശു, അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരാഗ്രഹമാണ് അതിനൊരു പ്രാവശ്യമെങ്കിലും മേടിക്കണം എന്ന്. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എൻ്റെ ഇഷ്ടത്തിന് നോക്കാനായിട്ട്. അതിനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഏത് പശുക്കളായാലും ഇഷ്ടം തന്നെയാണ്. പക്ഷെ അതിനൊരു കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കുറേ ഇഷ്ടങ്ങളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോയാലോ.
അപ്പോൾ ഇഞ്ചിപ്പുളി വെക്കിലിന്ന് തുടങ്ങാമല്ലോ നമുക്ക്. അത് നാരങ്ങ ആക്കി കഴിയുമ്പോഴേക്കും മീനെത്തും. അപ്പോൾ അത് ചെയ്യാം. അപ്പോഴേ കാലത്ത് തൊട്ടിവിടെ കറണ്ട് പോയതാ. ജനറേറ്റർ ഓൺ ആക്കിയിരിക്കുക. അപ്പോൾ സൗണ്ടിന് ഇത്തിരി ചിലപ്പോൾ ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ചിലപ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറേ സമയം ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചു. മീനിലേക്കുള്ളതും ഇഞ്ചമുള്ളിയിലേക്കുള്ളതും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് കറണ്ട് വരികയാണെങ്കിൽ പിന്നെ ഈ സൗണ്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഫ്രീസറുകളൊക്കെ മെൽറ്റായി പോവോ എന്തുട്ടാന്നറിയില്ല. ഇത്ര സമയം കറണ്ട് കളയുന്ന കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചടപടാന്ന് ഇടാൻ വേണ്ടു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ രീതിയാണ്. കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇത്തിരി അധികം ഇട്ടാലേ നല്ല രസമാണ്. പുളിയൊക്കെ പിടിക്കുമ്പോൾ എടുത്ത് തിന്നുമ്പോഴേ ചോറിനുമ്പോൾ ഇതൊന്ന് കടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുമ്പി കൂട്ടിയൊക്കെ ചോറിൽ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റായിന്. പിന്നെ ദേ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 സൈസും ഉണ്ട്. ഇത് നാടൻ മുളകും പിന്നെ ഇത് ഇവിടെ സാമ്പാറിലിടണ മുളക് കൊടുത്തിട്ടുണ്ട്. പഴുത്തതൊക്കെയാണ് ഞാൻ ഇടുക. പക്ഷെ ഇന്ന് പഴുത്തതൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. ഒക്കെ പച്ചയാണ്. വേപ്പിൻ്റെ ഇല, പിന്നെ ഈ നാളികേരം അതും അതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നാളികേരേ ഇഞ്ചപ്പുളിയിൽ എന്നെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ചിലർ ചിരകി വറുത്തിടും, ചിലരിങ്ങനെ ഇടും. ഞാൻ 2 രീതിയും ചെയ്യാറുണ്ട്. തേങ്ങാപ്പാലൊഴിച്ചും ഞാൻ ചെയ്യാറുണ്ട്. തേങ്ങാപ്പാലൊഴിക്കുമ്പോൾ ഈ പുളി ഇത്തിരി ഇഷ്ടക്കുറവുള്ളവരാണെങ്കിലേ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ നല്ല കട്ടി കുറച്ച് പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇഞ്ചമ്പുളിക്ക്. ഇങ്ങനെ വറ്റി വരുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നല്ലതാണ്. പിന്നെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഇതിങ്ങനെ നന്നായി മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്നും മൂക്കണ്ട കേട്ടോ, ഒരുവിധം മൂക്കണം. നന്നായി മൂക്കണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ അല്ല, അറിയാതെ പറഞ്ഞു പോയതാ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണല്ലോ ഒഴിച്ചത്. പക്ഷെ ഇത് നാളികേരട്ടപ്പോൾ പതച്ചു വരുന്നുണ്ട്. എന്താ കാരണം മനസ്സിലാവണില്ല. അപ്പം അത് ഒരുവിധം ദേ മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്ര മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉലുവയും കുറച്ച് മല്ലിയും കുറച്ച് കായവും കുറച്ച് ജീരകവും, നല്ല ജീരകല്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതൊരുവിധം മൂത്തിങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയാണ് ഇഞ്ചമ്പുളിയുടെ പരിപാടിയുള്ളത്. നല്ല കറുത്ത പുളിയാട്ടാ, പഴയ പുളിയാണ്. പഴയ പുളി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതയാണേ, നല്ല കറുത്തിരിക്കും കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പ്,
കുറച്ച് ശർക്കര. മധുരം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പോരങ്ങ് ഉപ്പും ശർക്കരയൊക്കെ ഒന്ന് അലിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതേ ചൂരയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. ചൂരയാണ് കിട്ടിയത്. വെട്ടിയൊക്കെ കൊണ്ടുവന്നവർ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യൻ പുളീനെ ദേ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടി വാട്ടാം കേട്ടോ. തേങ്ങാപ്പാലിൽ വയ്ക്കുന്ന കറികളാണ് നിങ്ങൾ മിക്കതും കണ്ടിട്ടുണ്ടാവുക. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അമ്മ തേങ്ങാപ്പാലിലാണല്ലോ എപ്പോഴും കറി വയ്ക്കാമെന്ന്. തേങ്ങയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. ഞാനും ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. തേങ്ങ അരച്ചിട്ടുള്ള കറി ഒന്ന് വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഒരുവിധം മൂത്തൊക്കെ ദേ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാദാ മുളക് പൊടി അതൊക്കെ കൂട്ടി ഇളക്കി ഒന്ന് മൂത്ത് വെറുതെ ഒന്ന് ചൂടായിട്ട് കേട്ടോ. കരിക്കൊന്നും വേണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതായിരിക്കും ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടി നമുക്ക് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് ഇനിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം മീനിൻ്റെ ഗ്രേവി നമ്മുടെ ശരിയായി. നല്ല തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ മീൻ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് നേരം കിടന്ന് അങ്ങോട്ട് നന്നായി തിളയ്ക്കണം. അപ്പോഴേ ഇത്രയും കറിയുള്ളതല്ലേ, ഒരു മാങ്ങയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മാങ്ങയുടെ അളവ് ഇത്തിരി കുറച്ചിട്ട് പിഴിപ്പുളി ഇത്തിരി ഒഴിക്കുകയാണെന്ന് വെച്ചാലേ നമുക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് ഒഴിച്ച് വെച്ച് നോക്കിക്കോളൂ. കുറച്ച് മാങ്ങയും കുറച്ച് പുളി ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് കുടപ്പുളി കുറച്ച് പുളി ഒഴിക്കുക. അപ്പോൾ ഈ പുളി എന്ന് പറയുന്ന സാധനത്തിൽ ഇത്തിരി കൊഴുപ്പുണ്ടാക്കണ ഒരു ഇതാണേ, അത് ഭയങ്കര ഒരു ടേസ്റ്റ് കൂട്ടും. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ പുളിഞ്ചി അവിടെ കിടന്ന് നല്ല തളയാണ്. തിളച്ചൊന്ന് നന്നായി വേവണം. പുളി വേവുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക. വെന്ത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണം എന്നാണ് പറയുക. നമ്മൾ അതിന് കണ്ടമാനം വെളിച്ചെണ്ണയൊന്നും നമ്മൾ ചേർത്തിട്ടില്ലേ. തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഉപ്പും പുളിയൊക്കെ മധുരമൊക്കെ ഉണ്ട്, നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടടുപ്പിലായിട്ട് നമ്മുടെ ഇവിടെ ഇത് ഞാൻ നിർത്താൻ പോവാട്ടാ. മതി. ഇതൊന്നും കൂടെ ചൂടാറുമ്പോഴേ ഒന്നും കൂടെ തണുക്കും, അല്ലെങ്കിൽ ഭയങ്കര കട്ടയായിട്ട് പോവും. അത്ര കട്ട വേണ്ട നമുക്ക്. എന്താ പിന്നെ മീനിവിടെ തിളച്ചിങ്ങനെ മറയുണ്ട്. അതിലും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇതിനെ ഒന്ന് ചെറുതായി ഒന്ന് കാച്ചി ഒഴിക്കാൻ വെക്കും. കാച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തൃശ്ശൂർക്കാരുടെ ഒരു പ്രധാന ഇതാണ് കറി കാച്ച എന്നുള്ളത്. കാച്ചാത്ത കറി അവർ കഴിക്കില്ല. കഴിക്കില്ല എന്നല്ല, അതിനവർക്കൊരു ടേസ്റ്റ് തോന്നില്ല. കാച്ചുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരിക. അപ്പം ഇനി അത് കാച്ചലും കൂടി കഴിഞ്ഞ് നമ്മുടെ മീൻകറിയുടെ പൂർണ്ണത ഇതിലേക്ക് എത്തും. നല്ല ഉടയാത്ത മാങ്ങ കേട്ടോ ഇട്ടിരിക്കുന്നത്. കണ്ട ഇങ്ങനെ വെന്ത് വന്നിട്ടുള്ളൂ, ഉടഞ്ഞിട്ടേ ഇല്ല. ചിലതിങ്ങനെ അലിഞ്ഞു പോവും മാങ്ങ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കഴിഞ്ഞാൽ ലേശം വെളിച്ചെണ്ണ കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ വില കൂടുതലും വെളിച്ചെണ്ണ എത്ര നമ്മൾ ചേർത്താലും കറികൾക്ക് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവുകയാണ് ചെയ്യുക. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ പല പ്രശ്നങ്ങളും മൂലം നമ്മളത് കുറച്ചാക്കണതാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ പ്രശ്നം പോലെ തന്നെ നമുക്കത് നല്ല വിലയുമാണ്. എന്നാലും നമ്മൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ചെയ്യുക. മറ്റേ വറവ് കാര്യങ്ങൾ, പപ്പടം വറക്കൽ, മീൻ വറക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓയിൽ ഉപയോഗിക്കും കേട്ടോ. വെളിച്ചെണ്ണയുടെ അളവ് അങ്ങോട്ട് കുറയ്ക്കാമല്ലോ നമുക്ക്. കറിക്ക് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും കേട്ടോ ഈ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചാൽ. അപ്പോൾ നമ്മളുടെ ഉള്ളി നന്നായി മൂത്ത് വന്നു. അത് നമുക്ക് ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. അപ്പം ഇങ്ങനെയൊന്നും മീൻകറി വെക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വെച്ച് നോക്കി നോക്ക്. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അമ്മോട് പറഞ്ഞോളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കേട്ടാ. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറിയിട്ടാ പച്ചക്കറിയിലേക്ക് എത്തി. നമ്മുടെ ഫ്രൂട്ട്സ്, പച്ചക്കറി, ഇവിടെ പലചരക്ക് അതുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ കടയിലേക്ക് കയറി വന്നു. അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവാം കേട്ടോ. മഴയാണ് നല്ല. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് 5:15 ആയിട്ടുണ്ടാവുമ്പോൾ ഒരു 6 മണിയോട് കൂടി വീട്ടിലെത്തും. ബസ്സൊക്കെ കയറി നടന്നൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പം അതേ ഒരു കൊള്ളി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനേ. കൊള്ളീനെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഒരു കറി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അധികം നേരമില്ലല്ലോ. അച്ഛന് കൊടുക്കണം. അച്ഛന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് പണി കുറവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവേ
അപ്പോൾ ഞാൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ രാവിലെ ഞാൻ ചോറൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് പോവുക. അപ്പോൾ മഴയൊക്കെ അല്ലേ, വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് കൊള്ളി പിന്നെ കടയിൽ നിന്ന് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൊള്ളി വേഗം ഒന്ന് കഴുകി വെട്ടിയെടുക്കട്ടെ കേട്ടോ, നുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ചടപടാന്ന് അതങ്ങോട്ട് നുറുക്കിയെടുക്കാം നമുക്ക് വേഗം. കത്തി കൊണ്ടുള്ള പണിയായ കാരണേ കുറേ സ്പീഡാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുവപ്പ കളർ വരും. അപ്പോൾ കൊള്ളി നുറുക്കലൊക്കെ കഴിഞ്ഞു. അതങ്ങോട്ട് ഇടുക. കുറച്ച് അധികം വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് പാകത്തിന് ഉപ്പ് അങ്ങോട്ട് ഇടുക. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. വെള്ളം അങ്ങോട്ട് ഊറ്റി കളയാം നമുക്ക്. ഇപ്പോഴത്തെ കൊള്ളീരെ പ്രത്യേകിച്ച് അങ്ങോട്ട് ഊറ്റാട്ടാ. പണ്ടൊന്നും ഞാൻ നല്ല കൊള്ളിയാണെങ്കിൽ ഊറ്റാറില്ല. ഇപ്പം എല്ലാ കൊള്ളീരും ഊറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവാറുണ്ട്, അമ്മ കൊള്ളിയിൽ ഒരു തരം വിഷമുണ്ട്, അത് ഊറ്റി കളഞ്ഞാൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്ന്. അങ്ങനെ വരുമ്പോൾ എന്തോ ഗ്യാസ് വരില്ല എന്നും പിന്നെ വയറിന് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനത് നല്ലതല്ലേ, അപ്പം നമുക്ക് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പം ഞാനത് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ഉള്ളിയും ഇത്തിരി പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ. ചേട്ടാ വേപ്പിൻ്റെ ഇല 2 പൊട്ടിച്ചോ. അപ്പോൾ നമ്മുടെ കൊള്ളി ഒരു വിസിൽ വന്ന് അവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അവൻ്റെ ഒന്ന് ശരിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ പൊറോട്ടക്കുട്ടൻ ഞാൻ അപ്പുറത്തേക്ക് ഇറക്കി വെച്ച് നോക്കാം കേട്ടോ. ഒന്ന് മറച്ച് നോക്കി ഞാൻ. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. നല്ല സ്മൂത്തൊക്കെ ആയിട്ടാ. ഇനി നമ്മളേ മതി, അത്ര മതി, കണ്ടമാനം അങ്ങോട്ട് ഇതായിട്ട് വരണ്ട. ഞാൻ അതിലവിടെ ഇരിക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. ഓ എന്താ കിട്ടാത്ത ചേട്ടാ, ടൈറ്റായി. പച്ചമുളക്, ഉള്ളി, വേപ്പിൻ്റെ ഇല, നല്ല നാടൻ പച്ചമുളക്. ഒരുവിധം മൂത്ത് വരുമ്പോഴേ നമ്മുടെ ഈ കൊള്ളീനായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഊറ്റി വെച്ചതാട്ടാ ഞാൻ. എന്നാലും ലേശം വെള്ളം കൂടി ഉണ്ട്. ഞാൻ വെള്ളം നമുക്ക് ആവശ്യമുള്ളൊരു കറിയല്ലേ, പൊറോട്ട കഴിക്കണമെങ്കിൽ വെള്ളം ഇത്തിരി ചാറ് വേണ്ടേ. അപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടേ, പായസം പോലെ വെന്തുട്ടോ. ഒരൊറ്റ വിസിലാണ് നമ്മൾ കേൾപ്പിച്ചുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് വെന്തു. അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ. അതിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇടണവർക്ക് ഇടാം. ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒരു തുണ്ട് വെള്ളമാക്കാം നമുക്ക്, ചാറ് അല്ലെങ്കിൽ ചോദിക്കുകയെ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു കുഴമ്പനായിക്കോളൂ കേട്ടോ കൊള്ളി, അതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. വെള്ളം കൂറ്റി കളഞ്ഞില്ലേ, ലേശം കുറവുണ്ട്. അപ്പോൾ ഒരു നുള്ളുപ്പും കൂടെ നമുക്കൊന്ന് അതിലിട്ട് കൊടുക്കാം, അധികം ആവണ്ട. അപ്പം ഇനി ചായ കുടിക്കാം നമുക്ക്. ആറു മണിക്ക് ഈ നേരത്തൊക്കെ ഒരു ചായ കുടിക്കുന്ന ഒരു ശീലം എനിക്ക് ആയിരിക്കുക. എൻ്റെ വടകരക്കാരുടെ ആ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഈ നേരത്തൊരു ചായ ഉണ്ടല്ലോ അവർക്ക്. നോക്ക്, കാണാനും പോലും ഇല്ല കൊള്ളിയാണെന്ന്, അതേപോലെ വെന്തു എന്നുള്ളതാ.
പായസം പായസം എന്ന് പറഞ്ഞതാണ് പായസക്കുള്ളി. കേട്ടാ പായസക്കുള്ളി വല്ല കാണാനുണ്ടായില്ലേ എന്നാ ഇങ്ങനെ. അപ്പം അച്ഛനെ അങ്ങോട്ട് കൊടുത്താലോ നമുക്ക്. അപ്പോൾ അച്ഛന് 2 പൊറോട്ട കൊടുക്കാം. എനിക്കൊരു പൊറോട്ട. കുറച്ച് കൊള്ളിക്കറി മതി എനിക്ക്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള മീൻ കറി ഇത്തിരി കൊടുക്കുന്നുണ്ട് ഞാനേ. അതങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. കണ്ടില്ലേ, കൊതിയാവണ്ട കേട്ടോ ആർക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് നിസ്സാരമായിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടാ. ഇതിൻ്റെ ഒപ്പം ഒരു കുറവും കൂടി ഉണ്ട്. നല്ല ഏലക്കിട്ട് തിളപ്പിച്ച നല്ല കട്ടൻ ചായയും കൂടി വേണം, എന്നാലാണത് ഫുള്ളാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ പൊറോട്ടയും കൊള്ളിക്കറിയും മീനും ഒക്കെ ഒഴിച്ചിട്ടുള്ള ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇതൊന്നും കണ്ടിട്ട് ആരും പറയണ്ട അയ്യോ കൊതിയായി അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടപ്പോൾ അതായിരുന്നു. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1 കിലോ കൊള്ളി വാങ്ങിക്കുക, നല്ല കുക്കറിലിട്ട് അടിക്കുക, നല്ലോണം അമ്മ ചെയ്ത പോലെ ചെയ്യുക. അല്ലെങ്കിൽ വേറെ പല വിധത്തിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുക. പൊറോട്ട വാങ്ങിച്ചാൽ മതിയല്ലോ. എന്തേലും നമ്മൾ കാശ് ചിലവാക്കണം എല്ലാത്തിനും. അപ്പോൾ ഉണ്ടാക്കണേക്കാട്ടിൽ എളുപ്പമാണ് ഒരു 5-6 പൊറോട്ട ഇങ്ങോട്ട് വാങ്ങിക്കുക. ഒരെണ്ണം 2 വെച്ച് തിന്നാൽ മതിയാവും എല്ലാവർക്കും. ഈ കൊള്ളിക്കറിയും ഈ മീൻചാറും ഒക്കെ കൂടിയാവുമ്പോൾ ഒരു വിധമൊക്കെ മതിയാവും. പിന്നെ അതിലധികമൊക്കെ തിന്നണവരുണ്ടാവാം. പക്ഷേ ഒരു ഇഷ്ടത്തിന് തിന്നാന്നുള്ളതുള്ള അടിസ്ഥാനത്തിൽ തിന്നുമ്പോൾ അത്രയ്ക്ക് മതി. അങ്ങനെ ചെയ്യുക. എന്നാലും ഒരു 5 ആളുള്ളടത്ത് ഒരു 10 പൊറോട്ട മേടിച്ചാൽ മതി. കൊള്ളിക്കറി വയ്ക്കുക, മീൻകറി നല്ലത് വയ്ക്കുമ്പോൾ അതിൻ്റെ ചാറെടുത്ത് ഒഴിക്കുക. അപ്പോൾ അങ്ങനെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല ചേട്ടാ. നിങ്ങൾക്കും തോന്നില്ല. നിങ്ങളതങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അമ്മ ചെയ്തോണം, പെട്ടെന്ന് കഴിയും. എല്ലാം മുറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്തിരി നേരമല്ല വേണ്ടു. അത് പിന്നെ അത് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായി അത് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്നിട്ടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കണം. ഞാൻ എപ്പോൾ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കിയാലും അത് ശരിയാവില്ല. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരിക്കും, നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾ പറയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടതേ, വർത്താനം പറഞ്ഞേക്കാളും മുന്നേ ഞാൻ ചീനച്ചട്ടി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നാളികേരമൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി നെയ്യിൽ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അത് ഒഴിക്കാനായിട്ടുള്ളൊരു ഇതിലല്ല വീടാ. അപ്പം ഞാൻ പറഞ്ഞത് എന്നിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പം ഉണ്ണിയപ്പം വെളിച്ചെണ്ണ. അപ്പം എനിക്ക് ഉണ്ണിയപ്പം അല്ല എനിക്ക് സത്യത്തിൽ ഇഷ്ടം. എനിക്ക് വെളിച്ചെണ്ണപ്പാണ് ഭയങ്കര ഇഷ്ടം. അതും ഈ വെളിച്ചെണ്ണപ്പം അല്ല കേട്ടോ. അരി നമ്മൾ പച്ചരിയുടെ ഇതുകൊണ്ട് നുറുന്ന് അരച്ചെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കണ ഒരു വെളിച്ചെണ്ണപ്പം ഉണ്ട്. അത് അപൂർവം എനിക്കത് ശരിയാവുള്ളൂ. പൊട്ടുക വേറെ ഒരു കുഴപ്പമില്ല, പൊട്ടലാണ് അതിൻ്റെ പ്രധാന കുഴപ്പം. അപ്പം എൻ്റെ വലിയേണ്ട ചേച്ചിയാണ് അതെനിക്ക് പറഞ്ഞു തരിക. ചേച്ചി നന്നായി ഉണ്ടാക്കുവേ. അപ്പോൾ ഇപ്പൊന്നും ചിലപ്പോൾ അതിനോട് പറഞ്ഞാൽ ശരിയാവില്ല. ആ ചേച്ചിക്ക് പറഞ്ഞോണം വയസ്സ് കുറേയായി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ പറഞ്ഞാലൊക്കെ ചിലപ്പോൾ എനിക്ക് പറ്റില്ല മോളെ എന്ന് പറയും. ആദ്യമൊക്കെ ചേച്ചി ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമാണ്, ചേച്ചിക്ക് അറിയാം. അപ്പോൾ വടകരയാണ് എൻ്റെ ചേച്ചിയുടെ വീടേ. അപ്പോൾ വടകരക്കാർ അത് നന്നായി ഉണ്ടാക്കും. അപ്പോൾ ദേ ഈ കളറായി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചത്, പിന്നൊരു അല്പം എള്ള്. തീയൊക്കെ ഓഫാക്കിയിട്ടോ.
അതിൻ്റെ അതിൽ ആയാൽ മതി. പിന്നെ ഒരിത്തിരി ജീരകം ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ കുറച്ചീശ മതി കേട്ടോ. നമ്മൾ എടുക്കുന്ന പൊടി എന്തോരമുണ്ട് അതിൻ്റെ അളവനുസരിച്ച് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് എല്ലാത്തിലും. ഈ മാവുകളുടെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അതൊന്ന് നോക്കാമല്ലോ നമുക്ക്. പിന്നെ മാവ് കൂട്ടിയാലോ. മാവ് എന്ന് പറയുന്നത് ഇത് നല്ല നൈസ് അരിപ്പൊടി. അതിലേക്ക് നമുക്ക് അധികം ചൂടില്ലാത്തതും കുറച്ചീശ ചൂടുള്ളതുമായ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയ്ക്കും വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു ഉണ്ട പെട്ടിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് മൈദയാണ്. ഇതുകൊണ്ടൊരു ചെറിയൊരു പാത്രം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇത്രയ്ക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നോക്കാം കേട്ടോ. വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഇട്ട് വെച്ചിട്ടില്ലേ നമ്മൾ എള്ളും ജീരകവും നാളികേരവും ഒക്കെ കൂടി അരിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇത്തിരി കട്ടിയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലായോ പൊട്ടുമെന്നൊരു പേടി എനിക്കുണ്ട്. അപ്പം ഞാനത് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണപ്പം എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയല്ലേ വേണ്ട അമ്മയെന്ന് ചോദിക്കും. പക്ഷെ ഒരു ധൈര്യക്കുറവുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം വെളിച്ചെണ്ണ ഇത് ശരിയായി ഞാൻ വെളിച്ചെണ്ണയിൽ നോക്കി നോക്കും. അപ്പം കണ്ടമാനം ചൂടങ്ങോട്ട് വേണ്ട. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചൂട് കൂടിയാലും ബുദ്ധിമുട്ടാട്ടോ. അപ്പം നമുക്കൊന്ന് ചെറുതാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. ചൂട് കൂടുതലാട്ടാ. അതാണ് അത് ഇത്തിരി ചുരുണ്ട് പോയത് കണ്ട. അല്ലെങ്കിൽ ശരിക്കും പരന്ന് വന്നേ. ഇത്തിരി ചൂട് കൂടുതലാണ്. ഒഴിക്കുമ്പോൾ ഭയങ്കര ചൂട് കുറവ് വേണം. പൊളച്ചൊക്കെ വന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് നമ്മൾ ഒറ്റ ട്രിപ്പിലുണ്ടാക്കിയതാണ് ഈ കാണിച്ചു തരുന്നത്.
അപ്പം ഞാൻ ഒരു അല്പം കൂടെ വെള്ളം ചേർത്തിട്ടാണ് അടുത്തേൽ ഒഴിക്കുന്നത് കേട്ടോ. ഇത്തിരിയും കൂടി കട്ട് ചെയ്തേ കണ്ട, ഇത്തിരിയും കൂടി ഒന്ന് കുറച്ചിട്ടുണ്ട് ഞാൻ. അച്ഛൻ പറഞ്ഞു ഉള്ളിനൊരു ഇത്തിരി ഒരു ഇത് കുറവുണ്ടെന്ന്. അപ്പോൾ വെള്ളം കുറച്ച് നോക്കി നോക്കാം, കുറച്ചാക്കി നോക്കാം. തീ കുറവാണെങ്കിലേ ഒഴിച്ച വശം അങ്ങോട്ട് തീ കൂട്ടിക്കോട്ടാ, ഇതായിട്ട് വരും. അപ്പോൾ നാളികേരം കുറച്ച് കുറവിട്ടാൽ മതി കേട്ടോ. അല്ല എടുക്കുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഒരുവിധം കാണാൻ കൊള്ളാവുന്ന രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. വലിയ അത്ര അങ്ങോട്ട് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ലാസ്റ്റായിട്ടാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്തെ വശം കാണാൻ വലിയ ഭംഗിയില്ല കണ്ട, നിറയെ നാളികേരമായിട്ട്. അപ്പം ഞാൻ ഇല്ല അതുന്തേ ഇങ്ങനെ വെച്ചിരിക്കുക കണ്ട, നല്ല ഭംഗിയിൽ വെച്ച് നോക്കണ കണ്ട. അപ്പം നല്ല ഭംഗിയിൽ കാണാൻ എൻ്റെ മനസ്സമാധാനം, നിങ്ങളെന്നെ കളിയാക്കൂല, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഞാൻ. അത് പൂർണ്ണമായിട്ടൊന്നും ശരിയായില്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ആയി. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ചൂടാറി നോക്കി പൊട്ടിക്കട്ടെ. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടാ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാണ്. ദേ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വെളിച്ചെണ്ണപ്പം ഈ പരുവത്തിലായി കിട്ടി. ആ ഒരു വശം നല്ല പരിമുരുന്ന കേട്ടോ, നടുവശം നല്ല പിശു പിശുവാ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന് പൂർണ്ണമായിട്ട് എല്ലാ കുറവുകളും തീർന്നിട്ടില്ല. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നാളികേരം കൊത്ത് കുറേ കൂടുതലാണ്, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ, ബൈ ബൈ.